അതാ കുറേ നാൾക്ക് ശേഷം ഞാൻ മറ്റൊരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാണിത്. ഈ വർഷത്തെ എന്ന് പറയുമ്പോൾ രണ്ട് രീതിക്കുണ്ട് കേട്ടോ. 2026 ഞാൻ ചെയ്യണ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഈ ജൂൺ 11 ഒരു വർഷം തികഞ്ഞിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞാൻ അടുത്ത വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇയറിലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു വ്ളോഗാണിത്. ഈ കഴിഞ്ഞൊരു വർഷം എൻ്റെ കൂടെ നിന്ന് അറിയുന്നതും അറിയാത്തതും പരിചയമുള്ളതും ഇല്ലാത്തതുമായി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ ഒരുപാട് ഡൗട്ടോട് കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് എൻ്റെ. പക്ഷേ ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു കേട്ടോ. അതിന് നിങ്ങളുടെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് എനിക്ക് കുറേ സജഷൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ ഇരുന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, കുറേ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ തന്നെ ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഞാൻ ഈ വക പരിപാടിയൊക്കെ ചെയ്താൽ എന്നെ ആരെങ്കിലുമൊക്കെ കാണുമോ, സപ്പോർട്ട് ചെയ്യുമോ, എനിക്കിതൊക്കെ പറ്റുമോ, എനിക്ക് പറ്റണ പണിയാണോ ഇത്, നാട്ടുകാരെന്നെ കളിയാക്കുമോ, വീട്ടുകാരെന്ത് വിചാരിക്കും, ഞാനൊരു ഫംഗ്ഷന് പോയാൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് പേടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആരും നമുക്ക് ചിലവിനൊന്നും തരുന്നില്ല കേട്ടോ. സ്വന്തമായ ഒരു ഫോൺ എടുക്കുക, അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാം നമ്മൾ ഓൺ ദി ഗോല് പഠിക്കുന്നത് തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു മൊമെൻറ്റ് ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ചിലരുടേത് ഒരു രാത്രി കൊണ്ട് അങ്ങ് കയറി ക്ലിക്കാവും. പക്ഷേ ചിലരുടേത് ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഞാനൊക്കെ ആ കാറ്റഗറിയിൽ പെട്ട ആളാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ക്ഷമ വേണേ. അപ്പം ഇനി നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അവൻ്റെ 3rd ബർത്ത്ഡേ ആണ്. പിറന്നാളും ബർത്ത്ഡേ ഒക്കെ വീക്ക് ഡേയ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരും ജോലി തിരക്കിൽ പോയി. അപ്പോൾ നമ്മളിത് ശനിയാഴ്ചയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ എന്ത് ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിലും മോസ്റ്റ്ലി അജു തന്നെയായിരിക്കും കുക്കിങ്. പുറത്തുനിന്ന് ഫുഡ് മേടിക്കൽ വളരെ കുറവാണ് കേട്ടോ. അജുവിന് കുക്കിംഗ് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച സാധനങ്ങളൊക്കെ ഇത്തരം ഗെറ്റ് ടുഗദറിൽ ഞങ്ങൾ കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കാറാണ് പതിവ്. അങ്ങനെ ഇന്നത്തേക്കുള്ള മെനു ആയ ബിരിയാണി, ചിക്കൻ കറി, നല്ല ക്രീമി മഷ്റൂം കറി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയി കേക്ക് മേടിക്കാൻ വന്നപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മണ്ണമ്പേട്ടയുള്ള കേക്ക് പീസിലാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ബിഫോർ നമ്മൾ ഓർഡർ കൊടുത്ത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഈ ഇടയായിട്ട് കേക്കിൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും മണ്ണമ്പേട്ട കേക്ക് പീസിൽ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അതുപോലെ തന്നെ സജഷൻ ചോദിക്കുന്നവർക്കും നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേക്ക് പീസിലെ കേക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഒരു തീം കേക്ക് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ കൊടുത്തതിൻ്റെ എക്സാക്റ്റ് മോഡൽ നമുക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. എനിക്ക് ഫോണ്ടൻറ്റ് വർക്ക് ഒരുപാട് വേണ്ട, കളർ ഒരുപാട് ചേർക്കരുത്, അങ്ങനെ കുറേ നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ജെമിനിയിൽ സ്പെസിഫിക്കലി നമ്മുടെ നീഡ്സ് പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ച കേക്കാണിത്. പക്ഷേ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അവരുടെ കേക്കിൽ. അവർ ഒരുപാട് കൺഫ്യൂഷൻസ് പറഞ്ഞെങ്കിലും നമ്മൾ കൊടുത്തതിൻ്റെ എക്സാക്ട് മോഡൽ അവർ നമുക്ക് ഉണ്ടാക്കി തന്നെ. അങ്ങനെ കുഞ്ഞ് കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഡെസേർട്ടായിട്ട് നമ്മൾ ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമും കഴിച്ച് ഇന്നത്തെ ദിവസം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഞാനും എൻ്റെ വ്ളോഗ് എന്ത് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.